മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായി പോയിട്ടോ. അപ്പം നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ലേ, ഇതെന്തേ റെക്കോർഡ് ചെയ്യാഞ്ഞെന്നും. എൻ്റെ അടുത്ത് ഫോണില്ല, ഒരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കയറ്റണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോൺ എൻ്റെ അടുത്തില്ലായിരുന്നു, ഒരു ഫോണായി എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു പോയി. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചു ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രയും ആൾക്കാർ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാർ തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിൻ്റെ പേരിൽ ഭയങ്കര സമൂഹം തന്നെയല്ലേ. വല്ലാത്തൊരു എന്തെന്നാ എനിക്ക് അത് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിലാവാനുള്ള കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഹോസ്പിറ്റലിലത്തെ നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പം മാറി കുത്തിയിട്ടിപ്പം 1 മാസത്തിൻ്റെ അടുത്തായി. അത് പിന്നീട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർ വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവരുടെ 5 പൈസ വേണ്ട, എനിക്ക് എൻ്റെ കാല് പഴയത് പോലെ ആക്കി തന്നാൽ മതി. കാലിക്കാണ് അവർ ഇഞ്ചക്ഷൻ വെച്ചത്, എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. കാരണം പലർക്കും അത്ഭുതം കാലിക്കൊക്കെ ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാല് പഴയതുപോലെ ആക്കി തന്നാൽ മതി. എനിക്ക് ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ, ചികിത്സ അവിടുന്ന് തന്നെ തന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് ചികിത്സ തരാനോ ഒന്നിനും തയ്യാറായില്ല. അപ്പം എനിക്ക് ഒരുപാട് കാലത്തേക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ പതിയെ നടക്കൽ തുടങ്ങി. പിന്നെ എന്താ പറയുക, ഒരു സമയത്തിലപ്പുറം നടന്നാൽ കാല് വീങ്ങിയിട്ട് പിന്നെ താഴെ വെക്കാൻ പറ്റൂല. അപ്പം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്ക് കാല് വീങ്ങി. അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചു, ട്രീറ്റ്മെൻ്റ് എടുത്തു. പിന്നീട് അങ്ങോട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നാമത് ഇത് മാറാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എനിക്ക് എന്ത് മെഡിസിനാ തന്നെന്നുള്ളത് ആ നേഴ്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം. 1 മാസത്തിൻ്റെ പുറത്തായിട്ടും
ഒരാളുടെ അസുഖം മാറുന്നില്ല, മെഡിക്കൽ കോളേജ് പോലത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോലും നമുക്ക് അസുഖം മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ്. നമുക്ക് ഡോക്ടേഴ്സിനെന്ന് പറയുന്ന അത്രക്ക് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. പക്ഷെ ഈ ഡോക്ടേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് മെഡിസിനാണ് തന്നത് എന്ന് ചോദിച്ചിട്ട് ആ നേഴ്സ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഇതിൻ്റെ മറ്റേ ഗ്ലൂക്കോസും വെള്ളമാണ്, വെയിൻ കിട്ടിയിരിക്കുമോ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ വെയിനിൽ അത് മരുന്ന് കയറുമോന്ന് ബൾജാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസും വെള്ളം തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അവർ ലോഡ് ചെയ്തിട്ടാണ് നഴ്സിംഗ് റൂമിൽ നിന്ന് മെഡിസിൻ ലോഡ് ചെയ്തിട്ടാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഈ വെയിൻ ബൾജാവുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം വെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് അവർ പോട്ട് എടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്ക് എടുത്ത മരുന്ന്, എനിക്കെന്ന് വെച്ചാൽ എടുക്കുന്ന മരുന്ന് തന്നെ അവർ പതിയെ ലോഡ് ചെയ്ത് നോക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഗ്ലൂക്കോസ് വെള്ളമാണ് ഈ പിന്നെ എനിക്ക് തന്നതെന്ന് പറഞ്ഞപ്പം അവിടെ സ്പെഷ്യാലിറ്റിയിലുള്ള മൂസിൻ എന്ന് പറഞ്ഞ, മൂസിൻ എന്നായിരുന്നു തോന്നുന്ന പേര്, ആ ഡോക്ടർ പറഞ്ഞു ഈ ചരിത്രത്തിൽ ആർക്കും, അങ്ങനെയാട്ടോ ആ നേഴ്സിനോട് പറഞ്ഞ്, ചരിത്രത്തിൽ ആർക്കും ഇതുവരെ ഗ്ലൂക്കോസ് വെള്ളം കൊണ്ട് ഒരു റിയാക്ഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സൊന്ന് മറ്റേ പെട്ടെന്ന് പാനിക്കായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി. പിന്നെ പറഞ്ഞു എനിക്ക് ട്രമഡോളും ഫിനർഗാനും ആയിരുന്നു ഡോക്ടർ എഴുതിയത്. അപ്പം പറഞ്ഞു അല്ല ഡോക്ടറെ ട്രമഡോളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ട്രമഡോള് ഡയറക്റ്റ് ചെയ്യരുത് എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയില്ലേ, പിന്നെ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം ആ പെണ്ണുങ്ങൾ പിന്നെ അല്ല ഫിനർഗാനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫിനർഗാന് പിന്നെ ഫിനർഗാനും തരരുതെന്ന് ഇല്ലേ, ട്രമഡോള് തരുന്ന സമയത്ത് നമുക്കറിയാം അത് എങ്ങനെയാണ് എന്നുള്ളത്. എനിക്ക് കുറേ കാലം ഇപ്പം ട്രമഡോള് എനിക്ക് 2024 അല്ല 25 8-ാം മാസം തൊട്ടിട്ടാണ് എനിക്ക് കെക്നോവ് എന്ന് പറയുന്ന ഒരു മരുന്ന് അലർജിക്കായി വന്നത്. എന്നതിന് ശേഷം ഈ ട്രമഡോളാണ് എനിക്ക് വെക്കാറ്. അതും ഡയറക്റ്റ് അങ്ങനെ വെക്കാറില്ല, എനിക്ക് NS കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ട്രമഡോൾ എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഫിനർഗാനാണെന്ന് പറഞ്ഞു. ഈ പെണ്ണുങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ മരുന്ന് വെച്ചതിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് അവിടെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പം അവർ പറഞ്ഞു ഫിനർഗാൻ ഡയറക്റ്റ് അടിച്ചാൽ അത് വെയിനല്ല പുറത്ത് വന്നാലും ഇത് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞിട്ട് അതിന് ചികിത്സ എടുത്തത്. അതിൻ്റെ ചികിത്സ എടുത്ത് നോക്കിയിട്ടും ഇപ്പം അത് ഭേദാവുന്നില്ല. എന്താ ഏതാന്ന് ഡോക്ടേഴ്സിന് പോലും ഡോക്ടേഴ്സിന് അത് കറക്റ്റ് എനിക്ക് മരുന്ന് തരണം എന്നുണ്ടെങ്കിൽ ഈ നേഴ്സ് പറയണം എന്താണ് എനിക്ക് പിന്നെ ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണുങ്ങൾ